കടലാസ് പൂവിലേക്ക് എല്ലാ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് കടലാസ് പൂവിനെ പറ്റി വിശേഷങ്ങൾ പറയാനോ മറ്റൊന്നിനല്ല, ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ യാത്രകളെ പറ്റി, കടലാസ് പൂവിലെ ഞങ്ങൾ ചെയ്യുന്ന യാത്രകളെ പറ്റി ഒരു വിവരണം തരാനാണ്. ഞങ്ങളിപ്പോൾ ലേ ലഡാക്കിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ്, യാത്രയിലാണ്. ഞങ്ങൾ ഇന്നലെ പുറപ്പെട്ടു. ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ 15-ാം തീയതി ഇതിന് മുന്നേ ഞങ്ങൾ ആരംഭിച്ചു. ജൂൺ 15-ാം തീയതി ഞങ്ങളിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ വന്നു. പ്രിയയുടെ ഒരു ബ്രദർ കൂടി ഉണ്ട്, ജോൺ നീലങ്കവലച്ച്. പുള്ളിയുടെ എന്താ പറയുക, അതിഥിയായിട്ട് ഞങ്ങളിവിടെ താമസിച്ചു. ഒരു ഒരുപാട് താമസിച്ചാണ് ബാക്കിലുള്ള റൂം. DVK ലൈബ്രറിയുടെ മെയിൻ ആളാണ് ജോൺ നീലങ്കവലച്ച്. നല്ലൊരു സ്വാഗതം തന്നു. അപ്പോൾ ഞങ്ങൾ വന്നത് കടലാസ് പൂവിനെ പറ്റി പറയാനല്ല, പ്രാവശ്യം ഞങ്ങളുടെ ട്രിപ്പിനെ പറ്റി പറയാനാണ്. ഞങ്ങൾ പോകുന്നത് മുൻപ് പറഞ്ഞതുമാതിരി ലഡാക്കിലേക്കുള്ള യാത്രയാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ട് കാറിൽ ബൈ റോഡ്. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എത്തിച്ചേർന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഓടുന്ന യാത്ര തുടങ്ങുകയാണ്. വീണ്ടും ഡൽഹി വഴി നേരെ ജമ്മു, അതുപോലെ തന്നെ നേരെ കാശ്മീർ, ശ്രീനഗർ വഴി ലഡാക്കിൽ പോയി ലഡാക്കിൽ നിന്ന് മണാലി വഴി ഇറങ്ങി വന്ന് ഷിംല, അതുപോലെ തന്നെ സ്പിറ്റി വാലിയൊക്കെ ഇറങ്ങി വരണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എത്രത്തോളം പോകാൻ പറ്റുമെന്നും നമുക്കറിയില്ല. ഒരു മനക്കണക്ക് വെച്ച് പോകാൻ, ഒരു മനക്കണക്ക് വെച്ചാണ് പോകാൻ. ഒരു പ്ലാനിങ്ങും ഇല്ല. എത്തുന്നിടത്ത് കിടക്കുക, കിട്ടുന്നിടത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലുള്ള പോക്കാണ്. ടെൻറ്റും അടുപ്പും ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വാഹനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിനും പറ്റിയില്ലെങ്കിൽ വീട് കാറായിട്ട് ഉപയോഗിക്കും, കാറിനുള്ളിൽ കിടന്നുറങ്ങും. അല്ല ടെൻറ്റ് അടിക്കാൻ പറ്റിയെങ്കിൽ ടെൻറ്റ് അടിച്ച് കിടന്നുറങ്ങും. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാങ്ങളെയാണ് ഇവിടെ DVK ലൈബ്രറിയുടെ മെയിൻ ലൈബ്രറിന്നാണ് ആള്. ഈ ലൈബ്രറിയുടെ സ്പേസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ഡോക്ടറേറ്റുള്ള ആളാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരുവിധപ്പെട്ട ലൈബ്രറികളും ഇന്ത്യയിൽ തന്നെ ഒരുപാട് ലൈബ്രറികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുള്ളിയാണ്. അപ്പോൾ അതിലെടുത്ത് പറയാവുന്ന അവരുടെ ലൈബ്രറികൾ തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജിൻ്റെ ലൈബ്രറി, കാലിക്കറ്റ് ദേവഗിരി കോളേജിൻ്റെ ലൈബ്രറി എല്ലാം വളരെ ഒരുപാട് അപ്രീസിയേഷൻ വാങ്ങിയിട്ടുള്ള ലൈബ്രറികളാണ്. ഓൾ ഇന്ത്യ ബേസിസിൽ ഇൻ്റർനാഷണലും ഒരുപാട് അപ്രീസിയേഷൻ ചെയ്തിട്ടുള്ള ലൈബ്രറികളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പോകുന്നത്, നമ്മളിങ്ങനെ കാണുന്നത് ഗാർഡൻ ലൈബ്രറി എന്നുള്ളൊരു ന്യൂ കൺസെപ്റ്റാണ്. പ്രകൃതിയും പുസ്തകങ്ങളും ചേർന്ന ഒരു മനോഹരമായ എന്താ പറയുക, ഒരു ആംബിയൻസ്. അതിനകത്ത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് പുസ്തകങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നത്. അതിപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് കാണാം, വെറുതെ ഒന്ന് ജസ്റ്റ് ഇത് ഓടിച്ച് കാണാം അച്ഛൻ്റെ കലാസൃഷ്ടികൾ. DVK സെൻട്രൽ ലൈബ്രറിയുടെ ഗാർഡൻ ലൈബ്രറിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ലൈബ്രറിയെ വിശദീകരിക്കുന്നത് ആൻ എൻവയർമെൻറ്റ് ഫോർ എൻലൈറ്റൻമെൻറ്റ് എന്നാണ്. പണ്ട് കാലത്ത് ലൈബ്രറി എന്ന് പറയുമ്പോൾ കുറെ പുസ്തകങ്ങൾ അടുക്കി വെച്ച് അതിന്റെ ഉള്ളില് ആളുകൾ എന്താ പറയാ ഒളിച്ചിരുന്ന് വായിക്കണം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് പണ്ടത്തെ ലൈബ്രറി. ഒരു ഇരുട്ടുമുറി പോലെ ഫീൽ ചെയ്തിരുന്നത്. ഇത് വളരെ ഓപ്പൺ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു സംഭവമാണ്. ആൾക്കാർക്ക് ഒരു എൻവയറമെന്റ് ആണ് പഠിക്കാൻ വേണ്ടത്. ആ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലൈബ്രറിയുടെ വിജയം. അതാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഒരു 1.5-2 ഏക്കർ ഏരിയ അങ്ങനെ വിശുദ്ധമായിട്ട് കിടക്കുന്ന, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന, അല്ല ഇതിനു വേണ്ടി മാറ്റി വെച്ചതാണ്, ഫ്രീ ആയിട്ടൊന്നുമല്ല. അതിൻ്റെ ഗാർഡൻ ലൈബ്രറിയാണ് കാണുന്നത്. അങ്ങോട്ട് ഇവിടെ ചെടികളും ക്രീപ്പറുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ചെടികൾ, പൂച്ചെടികളും ഒത്തിരി പൂവില്ലാത്ത ചെടികളും ഒക്കെ ഇതിനകത്ത് കാണാം. അത് വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് എന്താ പറയുക, വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ പുല്ല് എല്ലാ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും പുൽമേടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം പുല്ലും ഇതൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. അതെ, ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കുഞ്ഞുണ്ണി മാസ്റ്റർ ഒരു കവിത പറയാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും.
വായിക്കാതെ വന്നാൽ വളയും. വളഞ്ഞാ നിക്കണേ. ാവുന്ന സൗകര്യങ്ങളാണ് ഇവിടെ കൂടുതൽ. ചിലതിന് ഷെൽട്ടർ അല്ലെങ്കിൽ കൂര കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ സ്ഥലങ്ങളും ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളും ഓരോ മണ്ഡല അല്ലെങ്കിൽ ഓരോ പ്രത്യേക സോൺസ് ആയിട്ട് അല്ലെങ്കിൽ ഏതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ചാവറ കുടിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വള്ളിക്കുടിലാണ്. വള്ളിക്കുടിലിൻ്റെ ഉള്ളിൽ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെടിയിൽ നിറച്ച് പൂവുണ്ടാവുന്നതാണ്. പോലെ കണ്ടാൽ ഇതിനകത്ത് പൂക്കളും ഫുള്ള് പൂക്കളുണ്ടാവും. നല്ല രസമായിട്ട് വരും. ഇത് ഇതിൻ്റെ ഒരു അരുൾ മാർഗ് എന്ന് പറഞ്ഞിട്ട് വചനം എഴുതി വെച്ചിട്ടുള്ളതാണ്. വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുന്ന ആ ഭാഗമാണ് ബൈബിളിൽ നിന്ന് ഇത് പ്രത്യേകിച്ച് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഈ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യം ഇതാണ് ഇവിടെ ഇതൊരുക്കിയിട്ടുള്ളത്. ഇപ്പുറത്തൊരു ഗുഹയുടെ രീതിയിലാണ് ഇത് എടുക്കുന്നത്. ഇവിടെ ഇരുന്ന് വായിക്കും. പ്രിയം ചെന്നിരിക്കും. ഉപയോഗിക്കാം. അങ്ങോട്ട് തിരിച്ച് അവിടെ ഇരിക്കാം. ചെയ്യാം. അങ്ങോട്ട് നോക്ക്. വളരെ കൂളായിട്ടുള്ള വേദ് റൗമ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഉയർന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇതിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ആ ഒരു ചെറിയ ഇതാണ് ഗുഹയായിട്ട് വരുന്നത്. ശ്രീബുദ്ധനും ഉണ്ട്. ആൽമരൊക്കെ ഉണ്ട് അവിടെ. അങ്ങനത്തെ ഒരു ഏറുമാടത്തിന്റെ പ്രതീതി കിട്ടാനുള്ള ഒരു സംവിധാനമാണ്. ഈ ഏറുമാടത്തിന്റെ ഒരു അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു നല്ല കംഫർട്ടും പിന്നെ ഒരു നല്ല പ്രതീതിയും കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാടിന്റെ ഉള്ളിൽ വന്ന് അങ്ങനത്തെ ഒരു ഇത് സിറ്റി ലൈഫ്. അതും ഇത് ധർമ്മല നിൽക്കുന്നത് ഒരു ഭയങ്കര സിറ്റിയുടെ ഉള്ളിലാണ്. മുല്ലവള്ളിയും തേന്മാവുന്നാണ്. മുല്ലവള്ളി ചെറുതായ അങ്ങോട്ട് പുറത്തേക്ക് കണ്ടു തുടങ്ങിയിട്ടില്ല. ഇവിടെ ഈ മാവുംചോട്ടിലിരുന്ന് വായിക്കാനൊക്കെയുള്ള എല്ലാ സൗകര്യമുണ്ട്. അങ്ങനത്തെ ഇതുകൾ ഓരോ ചെറിയ ഇതുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു മണ്ഡലാസ് സൂക്ഷ്മദർശനാലയം എന്ന് പറഞ്ഞുള്ള ഒരു ഇതാണ്. ഒരു കുടിലാണ്, മൺകുടിൽ പോലത്തെ ഒരു സംവിധാനമാണ്. ഇതിൽ ആൾക്കാർക്ക് ചുറ്റും ഇരിക്കാം. എന്നിട്ട് ഇതിൽ വേണമെങ്കിൽ ക്ലാസ് എടുക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. പുഷ്പഗോപുരം എന്ന പേരിട്ടിട്ടുള്ളത്. പുഷ്പങ്ങളൊക്കെ പൂമ്പാറ്റകളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത്. ഇത് ജ്ഞാന സ്തൂപ, ഈ ഇതിൻ്റെ ഒരു സ്തൂപ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ. പിന്നെ ഇത് ബോധി വനം എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇത് ഈ കാണുന്നത്. ഇവിടെ ആൾക്കാർക്ക് രണ്ട് സൈഡിലിരിക്കാം. അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞോണം കാടാണ്. ബോധി വനം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നാൽ കാണാം. പോകുമ്പോ ഒരു കാടിന്റെ പ്രതീതി. അവിടെ പക്ഷികളൊക്കെ അല്ലേ? കരിങ്കിലോട്ടൊരു ആർച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഹംസതീരം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ 3 ഹംസങ്ങളുണ്ട്. ഒരു കുട്ടി ഹംസാണ്. ഇപ്പം അടുത്ത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. അവർ ഈ ഇതിന് ലൈബ്രറീനെ എനിക്ക് കുറച്ചും കൂടി എനർജി പകരാനുള്ള ആൾക്കാരാണ് അവര് നോക്കണ്ട്. നോക്കിയ വീഡിയോ എടുക്കുന്നത് ശരിക്കും നോക്കണ്ട്. പുല്ലും ചോറും അടയിരിക്കുന്നതല്ല, അത് അവന്റെ കുറുമ്പാണ്. കുട്ടി ഹംസ. കുടിലുകളുണ്ട്. ഇന്ന് വേണേ അങ്ങോട്ട് നടന്നു.
ഇതിലൊക്കെ ആൾക്കാർക്ക് ഇരുന്ന് വായിക്കാനും പഠിക്കാനൊക്കെ പറ്റുന്നതാണ്. കമ്പൈൻ സ്റ്റഡി, അതുപോലെ തന്നെ എന്താ പറയുക, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അതിനൊക്കെ ഉള്ള ഇപ്പൊ ലൈബ്രറിയുടെ സമയം തുടങ്ങണുള്ളൂ. അത് കാരണം കൊണ്ട് ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. അത് മാത്രല്ല, നമ്മള് ഇവിടെ മഴ ആൾക്കാർ വരുമ്പോ അത് ഇട്ടിരിക്കുക ചെയ്യാം. ആൾക്കാർ വരുന്ന സമയം ഇപ്പൊ ക്ലാസ് തുടങ്ങാൻ പോണു. ക്ലാസ്സിന്റെ ഇടയ്ക്കുള്ള സമയത്താണ് അവർ പ്രവേശനം പാസ് മൂലം അല്ലല്ല, അങ്ങനെ ഇതിന്റെ കാലത്ത് സമയത്ത് ഇതിലാണ്, ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് അപ്പുറത്തൂടെ. അപ്പോൾ ഇത് മഴവിൽ വേദി എന്നാണ്, ഒരു റെയിൻബോ സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതാണ് വെച്ചിട്ടുള്ളത്. അതിൽ ചെറിയൊരു ആംഫി തിയേറ്റർ പോലെ ഇവിടെ ആൾക്കാർക്ക് ചെറിയ പ്രോഗ്രാം നടത്താം. ഇന്നിവിടെ ഒരു ഡിബേറ്റ് നടക്കാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ ആൾക്കാർക്ക് ഇരിക്കാം, പിന്നെ ഇടയ്ക്കും ഇരിക്കാം. ഓഡിയൻസിനുള്ള സ്പേസ്, ഇവിടെ പെർഫോമേഴ്സിന്. ഇത് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിന്റെ കൂടി ചായ ഉണ്ടല്ലേ, ഊഞ്ഞാല്. ഇത് ഊഞ്ഞാലിരുന്നുകൊണ്ട് ആർക്കെങ്കിലും പുസ്തകം വായിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളും ആൾക്കാരൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണിത്. വെറുതെ ഇരുന്ന് ചിന്തിക്കാനും ഇതൊരു നല്ല ഓപ്ഷനാണ്. മാത്രല്ല ഒരുപാട് നമുക്ക് എന്താ പറയാ, ചിന്തിക്കാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് റിഫ്ലക്ട് ചെയ്യാനുള്ള ഭയങ്കര കാറ്റാണ്, ഭയങ്കര സൗണ്ട്.